മറ്റു വാർത്തകളിലേക്ക് മലയാളത്തിലെ സമാന്തര സിനിമകളുടെയും കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം ഓർമ്മിപ്പിച്ച് കാസർഗോഡ് ഫിലിം സൊസൈറ്റിക്ക് 5 പതിറ്റാണ്ടാകുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ചലച്ചിത്ര പ്രദർശനങ്ങളും സംവാദ പരിപാടികളും സംഘടിപ്പിക്കും. മലയാളിയുടെ എക്കാലത്തെയും പ്രിയങ്കരനായ സംവിധായകൻ അരവിന്ദിന്റെ മലയാളത്തിലെ ഉത്തരായനം സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു 1975 ഏപ്രിൽ 6 കാസർഗോഡ് ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം നടന്നത്. 50 ആണ്ട് പിന്നിടുമ്പോൾ പരിപാടികളുടെ ഭാഗമായി ശ്രദ്ധേയമായ മലയാള ചിത്രം പ്രൈവറ്റിന്റെ പ്രദർശനം നടന്നു. തുടർന്ന് പ്രധാന നടനായ ഇന്ദ്രൻസ്, ചിത്രത്തിന്റെ സംവിധായകൻ ദീപക് ഡിയോൺ തുടങ്ങിയവർ പങ്കെടുത്ത ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു. പുതിയ കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് GB വത്സൻ പറഞ്ഞു. പുതിയ തലമുറ സിനിമ കാണാൻ നമ്മൾ വിളിക്കുന്നിടത്ത് വരില്ല. കാരണം പണ്ടൊക്കെ നമ്മൾ സിനിമ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സിനിമകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സൊസൈറ്റി ഉണ്ടാക്കിയത്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ സിനിമ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകണ്ട, അതിന് പകരം സിനിമ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണോ നമ്മൾ ചൂസ് ചെയ്യാവേണ്ടത് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ, അതായത് സിനിമയുടെ ഭാഷ, സിനിമ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്, സിനിമ മുമ്പോട്ട് വെക്കുന്ന സൗന്ദര്യശാസ്ത്രം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ആളുകളെ ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഉത്തരായനം അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ സമാന്തര സിനിമാ ചർച്ചകളുടെയും കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെയും കൂടി 50 ആണ്ടിൻ്റെ വർത്തമാനമാണ് ഈ വർഷം. കാസർഗോഡ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ PM മുരളീധരൻ്റെ ഓർമ്മകളുടെ പങ്കുവെക്കൽ കൂടിയായി മാറി കഴിഞ്ഞ ദിവസം നടന്ന സിനിമാ പ്രദർശനവും ചർച്ചകളും. അനുബന്ധ പരിപാടികളായി മാർച്ച് 22 ഋതിക് ഘട്ടക് ചിത്രങ്ങളുടെ പ്രദർശനവും ചർച്ചയും, ഏപ്രിൽ 12 അരനൂറ്റാണ്ട് പിന്നിട്ട ഉത്തരായനത്തിൻ്റെ പ്രദർശനവും സംഘടിപ്പിക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.